ചോദ്യം: തൗറാത്ത് ഇറക്കപ്പെട്ടത് ഏത് ദിനത്തിൽ? ഉത്തരം: റമളാൻ 6-ൽ. ചോദ്യം: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആദ്യമായി പറഞ്ഞത് ആര്? ഉത്തരം: സുലൈമാൻ നബി അലൈഹിസ്സലാം. ചോദ്യം: ലൂത്ത് നബി, നൂഹ് നബി എന്നീ പ്രവാചക ഭാര്യമാരുടെ വഞ്ചന എന്തായിരുന്നു? ഉത്തരം: നൂഹ് നബി ഭ്രാന്തനാണെന്ന് ഭാര്യ ജനതയോട് പറഞ്ഞു. ലൂത്ത് നബിയുടെ ഭാര്യ വിരുന്നുകാരെക്കുറിച്ച് ജനങ്ങൾക്ക് വിവരം നൽകി. ചോദ്യം: ജനതക്കെതിരെ നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഉത്തരം: അവർ ചെവിയിൽ വിരൽ തിരുകുകയും തല വസ്ത്രം കൊണ്ട് മറക്കുകയും ചെയ്തു. ചോദ്യം: ഈജിപ്തിൽ ജനിച്ച 2 പ്രവാചകന്മാർ ആരെല്ലാം? ഉത്തരം: മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം. ചോദ്യം: ഇന്നഹു യൂസുഫ് ഫി ഹാദിഹിൽ ഉമ്മ. ഈ സമൂഹത്തിലെ യൂസഫാണ് അദ്ദേഹം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരെക്കുറിച്ച്? ഉത്തരം: ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻ. ചോദ്യം: സമൂദ് ഗോത്രത്തിൻ്റെ ആവാസ സ്ഥലം എവിടെ? ഉത്തരം: ഹിജാസിൻ്റെയും ഷാമിൻ്റെയും ഇടയ്ക്കുള്ള ഹിജ്റിൽ. ചോദ്യം: അദാബു യൗമുദ്ദില്ല ബാധിച്ച സമൂഹം ഏത്? ഉത്തരം: ഷുഐബ് നബിയുടെ ജനത. ചോദ്യം: ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് ഏത് ദിവസം? ഉത്തരം: വെള്ളിയാഴ്ച ദിവസം. ചോദ്യം: ആദം നബി അലൈഹിസ്സലാമിൻ്റെ മൂത്ത പുത്രൻ ആര്? ഉത്തരം: ഖാബീൽ. ചോദ്യം: ആദം നബി അലൈഹിസ്സലാമിൻ്റെ നീളമെത്ര? ഉത്തരം: 60 മുഴം. ചോദ്യം: ഹവ്വാ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെ? ഉത്തരം: ആദം നബിയുടെ വാരിയെല്ലിൽ നിന്ന്. പക്ഷേ ആദം നബി അത് അറിഞ്ഞിരുന്നില്ല. ചോദ്യം: ഹവ്വാ ഈ പേരിൽ അറിയപ്പെടാൻ കാരണമെന്ത്? ഉത്തരം: അവർ സൃഷ്ടിക്കപ്പെട്ടത് ജീവനുള്ള ആദമിൽ നിന്നായതുകൊണ്ട്. ചോദ്യം: ഇസ്രാ മിഅ്റാജ് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബിയെ എവിടെ വെച്ച് കണ്ടുമുട്ടി? ഉത്തരം: 1-ാം ആകാശത്ത് വെച്ച്. ചോദ്യം: ആദം നബിയെക്കുറിച്ച് എത്ര പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട് ഖുർആനിൽ? ഉത്തരം: 25 പ്രാവശ്യം. ചോദ്യം: ആദം നബിക്ക് ശേഷം ആദ്യം നുബുവത്ത് ലഭിച്ചത് ആർക്ക്? ഉത്തരം: ശീഷ് നബി അലൈഹിസ്സലാമിന്. ചോദ്യം: ആദ്യം പേന കൊണ്ട് എഴുതിയ വ്യക്തി? ഉത്തരം: ഇദ്രീസ് നബി അലൈഹിസ്സലാം. ചോദ്യം: മിഅ്റാജിൻ്റെ രാത്രി ഏത് ആകാശത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്രീസ് നബിയെ കണ്ടത്? ഉത്തരം: 4-ാം ആകാശത്ത് വെച്ച്. ചോദ്യം: ആദം നബിയുടെയും നൂഹ് നബിയുടെയും ഇടയ്ക്കുള്ള കാലദൈർഘ്യം എത്ര? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം നബിയുടെയും നൂഹ് നബിയുടെയും ഇടയ്ക്കുള്ള കാലം 10 നൂറ്റാണ്ടാണ്. ചോദ്യം: ഖുർആൻ പഠനത്തിനായി പള്ളിയിൽ താമസിച്ചിരുന്ന സ്വഹാബികൾ അറിയപ്പെട്ടത് ഏത് പേരിൽ? ഉത്തരം: അഹ്ലുസ്സുഫ.